BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കൊടുവിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ അഴിച്ചുപണികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരെ വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിപ പരിശോധന ഫലം ലഭിച്ചിട്ടും അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതിൽ DHS വീഴ്ച വരുത്തിയെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. അതുപോലെ ആശയവിനിമയത്തിൽ ബോധപൂർവമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചെന്നും മന്ത്രി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ചിലർ തൊരപ്പൻ പണി കാണിച്ചിട്ടുണ്ട്, അവരെ പിടിക്കുമെന്നും മന്ത്രി താക്കീത് നൽകുകയും ചെയ്തു. കൂടാതെ നിപ പരിശോധന ഫലം പോസിറ്റീവാണെന്ന വിവരം തനിക്ക് ലഭിക്കുന്നതിന് മുൻപേ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരുന്നതായും മന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഫലം വന്നിട്ടും അന്നത്തെ DHS ഇക്കാര്യം മന്ത്രിയെ അറിയിച്ചിരുന്നില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. പത്രസമ്മേളനം നടക്കുന്ന 5:30 മണി വരെ ഔദ്യോഗിക വിവരം ലഭിച്ചിരുന്നില്ല എന്നും സർക്കാരുമായി പൂർണ്ണമായി സഹകരിക്കാത്ത DHSനെ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും ഇത് അച്ചടക്ക നടപടിയാണെന്നും മന്ത്രി മുരളീധരൻ അതോടൊപ്പം വ്യക്തമാക്കി. നിപ പ്രതിരോധത്തിൽ ജില്ലാ കളക്ടറുമായി ആശയവിനിമയത്തിൽ വിടവുണ്ടായതായും സൂചിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ വിമർശനങ്ങളെയും തള്ളിക്കളയുകയാണ് മന്ത്രി K മുരളീധരൻ. എപ്പോഴും കോഴിക്കോട് എത്താൻ തനിക്ക് ബുദ്ധിമുട്ടില്ലെന്നും വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എത്താൻ സാധിക്കുമെന്നുമാണ് വിശദീകരണം. അമേരിക്ക വരെ പോകുന്ന ദൂരമൊന്നും ഇല്ലല്ലോ എന്നും അമേരിക്കയിലിരുന്ന് മന്ത്രിസഭാ യോഗം നടത്തിയ ആളാണ് ഇത് പറയുന്നതെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും മന്ത്രി അതോടൊപ്പം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിന് കുഴപ്പമില്ലെന്നും ഇതൊക്കെ താൻ കുറെ കണ്ടതാണെന്നുമാണ് വിമർശനങ്ങളോട് ആരോഗ്യമന്ത്രി പ്രതികരിച്ചത്. അതോടൊപ്പം വെടിക്കെട്ടുകാരനെ ഉടുക്ക് കെട്ടി പേടിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. നിപ ബാധിതനായ രോഗിയുടെ ജീവൻ നിലനിർത്താനുള്ള വലിയ പോരാട്ടമാണ് ഡോക്ടർമാർ നടത്തുന്നതെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി ഡിപ്പാർട്ട്മെന്റിനെ തകർക്കാൻ ശ്രമിക്കരുതെന്നും അഭ്യർത്ഥനയുമുണ്ട്. ഡോക്ടർമാർ മുതൽ ക്ലീനിംഗ് സ്റ്റാഫ് വരെയുള്ളവർ സർക്കാരിനോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നതിനെ കുറിച്ചും മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.